മുഹമ്മദ് മുസ്തഫ കൂടിയുണ്ട് കൊച്ചിയിൽ നിന്ന്. മുസ്തഫ, എന്തായാലും ഈ രീതിയിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം ചെന്നെത്തുമ്പോഴാണ് അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘം വിപുലീകരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. എന്താണ് അതിന് കാരണമായി പറയുന്നത്? ദിവ്യ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ സമീപകാലത്ത് ഈ അന്വേഷണത്തിന്റെ ഗതി പല ഘട്ടങ്ങളിലേക്ക് മാറിപ്പോവുകയാണ് എന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല, ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ സ്വർണ്ണപൂശിയ മറ്റു ഗോൾഡ് ക്ലാഡഡ് പ്ലേറ്റ്സ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോകുമ്പോഴാണ് പുതിയ ചില വെളിപ്പെടുത്തലുകൾ വരുന്നത്. അവിടുത്തെ പഞ്ചലോഹ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാർക്കറ്റുകളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള കച്ചവടം നടന്നിട്ടുണ്ട്, അതിൽ ചില ഇടനിലക്കാരുണ്ട് എന്നതുൾപ്പെടെയുള്ള ഓരോ ഘട്ടം കഴിയുമ്പോഴും പുതിയ തലത്തിലേക്ക് ഈ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2 തവണയാണ് SIT തന്നെ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് ഈ അന്വേഷണത്തിന്റെ ഹൈക്കോടതി നിയോഗിച്ച അല്ലെങ്കിൽ നിർദ്ദേശിച്ച സമയപരിധി നീട്ടി നൽകണമെന്ന്. ഏറ്റവും ഒടുവിൽ 1.5 ആഴ്ച സമയമാണ് നീട്ടി നൽകിയിട്ടുള്ളത്. അതിന്റെ സമയപരിധി അവസാനിക്കാൻ പോവുകയാണ്. പക്ഷെ അന്വേഷണത്തിന്റെ ഗതിവിഗതികൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു സ്ട്രെങ്ത് വെച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഒരു ഉപഹർജിയാണ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്വേഷണ സംഘത്തെ വിപുലീകരിക്കണം, 2 CAമാരെ കൂടി അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. സ്വാഭാവികമായും അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലേക്കും കൂടുതൽ ആളെ വേണം. മാത്രമല്ല, ഇതൊരു വളരെ സീക്രട്ട് ആയിട്ടുള്ള വളരെ രഹസ്യ സ്വഭാവത്തിലുള്ളൊരു കോടതിയിൽ പോലും ഇതിന്റെ നടപടിക്രമങ്ങൾ അടച്ചിട്ട കോടതി മുറിയിലാണ് നടക്കുന്നത്. മാത്രമല്ല, SITയോട് പല കുറി കോടതി പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ മറ്റാർക്കും ആൻസറബിൾ അല്ല, നിങ്ങൾ ഈ കോടതിയോട് മാത്രം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച കൂടുമ്പോൾ ഇന്ററിം റിപ്പോർട്ട് വെച്ചാൽ മതി. വേറെ സംസ്ഥാന പോലീസ് മേധാവിയോട് പോലും ഈ അന്വേഷണത്തിന്റെ അതിൽ കക്ഷി ചേർത്തിട്ടുണ്ട് എന്നല്ലാതെ ADGP മുതൽ അങ്ങോട്ട് അതിനപ്പുറത്തേക്ക് ആഭ്യന്തര വകുപ്പിന് നേരിട്ട് പോലും ഈ വിഷയത്തിൽ പരിശോധിക്കാൻ കോടതി സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ കോടതി അത് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, യു ആർ ആൻസറബിൾ ഓൺലി ടു ദ കോർട്ട് എന്നാണ് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ വളരെ പഴുതടച്ച വളരെ റെസ്ട്രിക്റ്റഡ് ആയ ഒരു അന്വേഷണം കോടതിയുടെ വളരെ സൂപ്പർവിഷനിൽ പോകുന്ന ഒരു ഘട്ടത്തിൽ ഒരിക്കലും ഇത് ഈ രൂപത്തിൽ അന്വേഷണം പോയാൽ അത് കുറെ കൂടി സമയപരിധിയെ ബാധിക്കും. മാത്രമല്ല, അന്വേഷണത്തിന്റെ ക്വാളിറ്റിയെ തന്നെ ബാധിക്കാനിടയുണ്ട്. അതുകൊണ്ട് കൂടുതൽ അന്വേഷണ സംഘത്തെ ഇതിൽ ഉൾപ്പെടുത്തണം. 2 CAമാരുടെ സേവനം കൂടി വേണം. അത് ഒരുപക്ഷെ ഇനി മറ്റു തരത്തിലേക്ക് ഇത് കോടതി അല്പസമയത്തിനകം തന്നെ പരിഗണിക്കാൻ പോവുകയാണ്. സാധാരണഗതിയിൽ ഈ കേസ് പരിഗണിക്കുന്ന ദേവസ്വം ബെഞ്ചല്ല ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുന്നത്, അവധിക്കാല ബെഞ്ചാണ്. ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നത് സിയാദ് റഹ്മാൻ ഉൾപ്പെടെ അധ്യക്ഷനായ MP സ്നേഹലത ഉൾപ്പെടെയുള്ള ഡിവിഷൻ ബെഞ്ചാണ്. അവർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് തന്നെ പ്രധാനമാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ കേസ് പരിഗണിക്കാൻ അന്വേഷണ സംഘം വിപുലീകരിക്കണമെന്നാണ് SITയുടെ ആവശ്യം. അത് കോടതി അറിയിച്ചിരിക്കുകയാണ്.